സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് KSEB. കാലവർഷക്കെടുതിയുടെ ഭാഗമായി വൃക്ഷങ്ങൾ വൈദ്യുതി ലൈനുകളിൽ വീഴാനും അതുവഴി ലൈൻ പൊട്ടി വീഴാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം 3 ജീവനുകളാണ് വൈദ്യുതാഘാതമേറ്റ് നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം. വ്യാപകമായി തുടരുന്ന മഴയിലും കാറ്റിലും വൈദ്യുതി മേഖലയ്ക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഉന്നത വോൾട്ടിലുള്ള ലൈനുകൾക്ക് വരെ നാശം സംഭവിച്ചു. മരങ്ങൾ കടപുഴകി വീണും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണും നൂറുകണക്കിന് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും ലൈനുകൾ തകരുകയും ചെയ്തു. പ്രകൃതി ദുരന്തം വരുത്തിയ പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ KSEB ജീവനക്കാർ പൂർണ്ണമായും കർമ്മനിരതരാണ്. സമയബന്ധിതമായ ഇടപെടലുകളിലൂടെ അപകടങ്ങൾ ഒഴിവാക്കാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുമുള്ള ആശ്രാന്ത പരിശ്രമം നടന്നു വരികയാണ്. പലയിടത്തും വെള്ളപ്പൊക്കത്തെ തുടർന്ന് തീവ്രമെന്ന് പൊതുജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ നിരവധി ഹൈ ടെൻഷൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും ഓഫ് ചെയ്തു വെക്കേണ്ട സ്ഥിതിയുണ്ട്. വൈദ്യുതി തടസ്സമുണ്ടാകുമ്പോൾ ഒരു പ്രദേശമാകെ വെളിച്ചമെത്തിക്കുന്ന 11 kV ലൈനിലെ തകരാറുകൾ പരിഹരിക്കുന്നതിനാണ് KSEB മുൻഗണന നൽകുക. തുടർന്ന് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കുന്ന ലോ ടെൻഷൻ ലൈനുകളിലെ തകരാർ പരിഹരിക്കും. ശേഷം മാത്രമായിരിക്കും വ്യക്തിഗത പരാതികൾ പരിഹരിക്കുക. ഉപഭോക്താക്കളുടെ എല്ലാ പരാതികളും സമയബന്ധിതമായി പരിഹരിക്കുവാൻ KSEB ജീവനക്കാർ പരിശ്രമിക്കുന്നുണ്ട്. ഈ സവിശേഷ സാഹചര്യം മനസ്സിലാക്കി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും KSEB അഭ്യർത്ഥിച്ചു. വൈദ്യുതി അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അതത് KSEB സെക്ഷൻ ഓഫീസിലോ പ്രത്യേക എമർജൻസി നമ്പറായ 94 96 60 10 10 1 അറിയിക്കേണ്ടതാണ്. KSEBയുടെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറായ 1912 വിളിച്ചോ 94 96 00 19 12 എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് സന്ദേശം അയച്ചോ രേഖപ്പെടുത്താവുന്നതാണ്. വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇലക്ട്രിക്കൽ സർക്കിൾ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. കനത്ത കാറ്റിലും മഴയിലും റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. റെയിൽവേയുടെ വൈദ്യുത ലൈനും പൊട്ടി വീണു. കല്ലായി ഫറൂഖ് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ അരീക്കാടായിരുന്നു സംഭവം നടന്നത്. 3 മരങ്ങളാണ് ശക്തമായ കാറ്റിൽ ട്രാക്കിലേക്ക് വീണത്. സമീപത്തെ വീടിന്റെ മേൽക്കൂരയായി പാകിയ ഷീറ്റും കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു. സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് മണിക്കൂറുകളോളം കല്ലായി സ്റ്റേഷന് മുമ്പിലായി നിർത്തിയിട്ടു. ശക്തമായ കാറ്റിൽ അരീക്കോട് മേഖലയിലെ ഒട്ടേറെ വീടുകളും മേൽക്കൂരകളും തകർന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 60 വീടുകളാണ് ഭാഗികമായി തകർന്നത്. 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 88 പേരാണ് കഴിയുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അവധിക്കാല കലാകായിക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചത്. കനത്ത മഴയെ തുടർന്ന് മലബാർ ജില്ലകളിൽ വ്യാപകമായ വെള്ളക്കെട്ടും ദുരിതങ്ങളുമാണ്. കോഴിക്കോടും വടകരയിലും ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. 24 കുടുംബങ്ങളിൽ നിന്നായി 37 സ്ത്രീകളും 31 പുരുഷന്മാരും 20 കുട്ടികളും ഉൾപ്പെടെ 88 പേരാണ് ഈ ക്യാമ്പുകളിലായി കഴിയുന്നത്. പുഴകളിലെ ജലനിരപ്പ് ഉയർത്തുകയും മലയോരത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉയർത്തുകയും ചെയ്തതോടെയാണ് വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നത്. ജില്ലയിൽ ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാലവർഷം ശക്തമായതിനെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 4 മരണങ്ങളാണ്. പാലക്കാട് ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ തകർന്ന ആകെ വീടുകളുടെ എണ്ണം 71 ഇന്നലെ 27 വീടുകളാണ് തകർന്നത്. കമരം പുത്തൂർ കുരുത്തിച്ചാൽ സന്ദർശിക്കാനെത്തി പുഴയിൽ അകപ്പെട്ട സംഘത്തിലെ വേമ്പൽ പാടത്ത് കൂരിയാട്ട് പറമ്പിൽ മുരളിയുടെ മകൻ മുബീനെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും KSEBക്ക് വൻ നഷ്ടമാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം 1596 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 10573 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. വിതരണ മേഖലയിൽ ഏകദേശം 56,77 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 2,91,2992 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തകരാർ സംഭവിച്ചു. ഇതിനോടകം 2,52,659 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നൽകാനായി. ബാക്കിയുള്ള വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമം നടന്നുവരുന്നു.